നമസ്കാരം. രസകരമായിട്ടുണ്ട് കാര്യങ്ങൾ. നമ്മൾ പല വീഡിയോസ് ചെയ്ത് വികസനമല്ല വേണ്ടത്, ജനാധിപത്യമാണ്, പൗരസ്വാതന്ത്ര്യമാണ്, മാധ്യമ സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്ന് നമ്മൾ പല വീഡിയോ ചെയ്തു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം. മാധ്യമ സ്വാതന്ത്ര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം. നോക്കൂ, ഏതാനും മണിക്കൂർ മുമ്പ് എന്താ സംഭവിച്ചത്? മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നു. ആകെപ്പാടെ 10-12 പത്രപ്രവർത്തകർ വിവിധ മാധ്യമങ്ങളിൽ നിന്ന്. ദേശാമാനിന്ന് 4 പേര്, കൈരളിയിൽ നിന്ന് 5 പേര്, 3 പേര്, അപ്പം തന്നെ 7 പേരായി. അവർ ഫ്രണ്ടിലിരിക്കുകയാണ്. അവർ 3 ചോദ്യം ചോദിച്ച്, 2 പേരും കൂടി, 2 ടീമും കൂടി 3-4 ചോദ്യം ചോദിച്ച് എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. അവർ ചോദിക്കുന്നത് എന്തായിരിക്കും? സതീശനെയും UDF-നെയും തെറി പറയുന്ന ചോദ്യമായിരിക്കും. മുഖ്യമന്ത്രി അതായത് ഇതെല്ലാം ഒറ്റ പ്ലാനിങ് ആണ്. നികേഷ് കുമാർ ടീമും അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ദേശാമാനിയിൽ നിന്ന് 3 പേര് പോവുക, അല്ലെങ്കിൽ 4 പേര് പോവുക. കൈരളിയിൽ നിന്ന് 3 പേര് പോവുക, അല്ലെങ്കിൽ 4 പേര് പോവുക. 7 പേരോ 8 പേരോ ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യുക? ചോദ്യങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ AK സെൻറ്ററിൽ നിന്ന് നികേഷ് കുമാർ എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ കുറേ ഉത്തരങ്ങൾ മുഖ്യമന്ത്രി പറയും. സമയമില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അഴിച്ചു പോയി. ഇങ്ങനെ മുഖ്യമന്ത്രി അഴിച്ച് പോയപ്പോഴാണ് മറ്റ് മാധ്യമങ്ങൾക്ക് ചൊറിഞ്ഞ് അവർ CMA ഇത് മോശമാണ്, ഞങ്ങൾക്ക് ഒരു ചോദ്യം പോലും ഞങ്ങൾക്ക് ചോദിക്കണ്ടേ എന്ന് ചോദിച്ചാൽ അവർ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇത് മുഖ്യമന്ത്രി കേട്ടു, പിണറായി വിജയൻ കേട്ടു. അപ്പോൾ വിജയൻ വിചാരിച്ചു ഇത് മോശമാവൂലേ, ഇതാകെ നാളെ ട്രോളാവൂലേ എന്ന് വിചാരിച്ച് ഉടനെ തന്നെ തിരിച്ച് കയറിയ അതേ വേഗത്തിൽ തിരിച്ചു വന്നവൻ പത്രക്കാർ വിചാരിച്ച് ഇനി 4 ചോദ്യം ചോദിക്കാം, ബാക്കി ആർക്ക്? കൈരളിക്കും ദേശാമാനിക്ക് ഒഴിച്ച് ബാക്കി 4 ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പം ഇതാണ്, എന്നെ കുഴക്കണ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ SDPA പോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് 2 ഡയലോഗ് അടിച്ചു. അപ്പോൾ CMA ഞങ്ങൾ ചോദിക്കട്ടെ, അയ്യോ ഇന്നിന് സമയമില്ല, നമുക്ക് നാളെ ചോദിക്കാമെന്ന്. ശരിക്ക് പറഞ്ഞാൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇദ്ദേഹം ദുരന്തത്തിലേക്ക് പോകും. തുടക്കത്തിൽ നന്നായിരിക്കും, പക്ഷേ തീർക്കണത് ഒരടിയിലേ തീർക്കത്തുള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ പത്രക്കാരുമായിട്ട് ഇതായില്ലേ, എന്തൊരു ട്രോളാണ് വരുന്നത്, എന്തൊരു മോശമാണ് CMA. എന്തിനാണ് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും പത്രസമ്മേളനം നടത്തുന്നത്? അന്തം വിട്ടുപോയോ? തോറ്റുപോകും എന്നുള്ള പേടിയാണോ? അങ്ങനെ പേടിക്കണ്ട, ജനാധിപത്യമല്ലേ, ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോക്കും, അങ്ങനെ പേടിക്കണ്ട. അമ്പലപ്പുഴയിൽ സുധാകരൻ പറഞ്ഞതൊക്കെ എന്തായാലും പിണറായിൽ ജയിക്കുമല്ലോ, അതൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ എന്തായാലും പത്രക്കാരുമായിട്ടുള്ള ഇടപാടുകൾ മനോഹരമായിരിക്കുന്നു, മധുരകരമായിരിക്കുന്നു, രസകരമായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിങ്ങനെ തന്നെ തുടരണം. ഇതിൻ്റെ പേരാണ് മാധ്യമ സ്വാതന്ത്ര്യം. ഇവിടെ പല ആളുകളും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ തള്ളുന്നുണ്ട്. അരി തന്നില്ലേ, തുണി തന്നില്ലേ, പഞ്ചസാര തന്നില്ലേ, തേയില തന്നില്ലേ? ഒന്നും വേണ്ടെന്നേ. കുറച്ച് ജനാധിപത്യം വേണമെന്നേ, കുറച്ച് മതേതരത്വം വേണം, കുറച്ച് സ്വാതന്ത്ര്യം വേണം മനുഷ്യർക്ക്, കുറേ പൗരസ്വാതന്ത്ര്യം വേണം, പൗരാവകാശം വേണം, മാധ്യമ അവകാശം വേണം, മാധ്യമ സ്വാതന്ത്ര്യം വേണം. ഇതൊന്നും ഇല്ലെന്നേ ഇവിടെ. ഇവിടെ ഒരു ഏകഛത്രാധിപതി വന്നിരിക്കും, പറയും വേണേ കേട്ടോണം, തീർന്നു എല്ലാവരും പൊക്കോണം. എന്താണ്, അയ്യപ്പൻ കഞ്ഞിയാണോ തീർന്ന എല്ലാവരും ഒഴിച്ചു പോകാൻ? അമ്പലത്തിലാണ് കഞ്ഞിയും അന്നദാനവും കൊടുക്കുമ്പോൾ തീർന്ന്, ഇനി എല്ലാവരും കഴിഞ്ഞൊരു പ്രസാദം കൊടുക്കുമ്പോൾ തീർന്നു, പായസം കൊടുക്കുമ്പോൾ തീർന്നു, ഇനിയില്ല, ക്യൂവിൽ നിന്നാലും കിട്ടൂല, പായസം തീർന്നു പോയി, പിന്നെ ഉണ്ടാക്കൂലല്ലോ, കുറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ. ഇതതുപോലത്തെ പരിപാടിയാണോ? എന്താണ് ചോദിക്കുന്നറിയില്ല, എന്താണ് പറയുന്നറിയില്ല, പെട്ടെന്ന് ചൂടാവും, ബഹളം കാണിക്കും. ഇതിൻ്റെ പേരാണ് മാധ്യമ അടിമത്വം, ഇതിൻ്റെ പേരാണ് മാധ്യമ ഫാസിസം. ഈ മാധ്യമ ഫാസിസം കൊണ്ടുപോയിട്ട് ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ച് നിങ്ങളാരും സംസാരിക്കരുത്. പത്രക്കാരോട് സംസാരിക്കാൻ കഴിയാതെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്ന് ബബ്ബബ്ബ പഠിച്ചാൽ അതിന് നമ്മുടെ അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറയേണ്ടി വരും, ബബ്ബബ്ബ ഉളുപ്പ് വേണം, ബബ്ബബ്ബ ഉളുപ്പ് വേണം എന്ന് പറയേണ്ടി വരും. ഒരു കാരണവശാലും ഇത് അനുവദനീയമല്ല. ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ പറയുകയും അവർ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങളെയും ഫേസ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. അതൊരു PR വർക്കല്ല. ഇതും ഒരു PR വർക്കായി കണ്ടാൽ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യതരാവുകയുള്ളൂ. എന്തൊരു കഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് ഒരു ദുരന്ത കഥയായിട്ടാണ് തീരുന്നത്. സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കഥയില്ല. ഒന്നുകിൽ മൈക്ക് പണങ്ങും, അല്ലെങ്കിൽ നാട്ടുകാർ പണങ്ങും, അല്ലെങ്കിൽ നാട്ടുകാരോട് വീട്ടിൽ പോകാൻ പറയും, വീട്ടിൽ പോയി ചോദിക്കാൻ പറയും, അല്ലെങ്കിൽ കടക്ക് പുറത്തെന്ന് പറയും, എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഒരു വെറുപ്പിക്കൽസാണ്. അല്ലാതെ ഒരു സൗഹൃദത്തിൽ പത്രക്കാരെ കൊണ്ടുപോകുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചോദിക്കരുതെന്ന് പറയും. ചോദിച്ചാൽ ഉത്തരം പറയത്തില്ല, അവരെ വിരട്ടും, അവരോട് വഴക്കുണ്ടാക്കും, അവരോട് കലിപ്പുണ്ടാക്കും. അതാണ് നല്ല വാക്ക്. കലിപ്പുണ്ടാക്കി എണീറ്റ് പോകും. ഇതെന്ത് രീതിയാണെന്ന് നമുക്ക് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. എമ്മൻ കാരശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും തിരിയുന്നില്ല സാറേ.